ആന കേരളത്തിൽ അധികമാരും കേട്ടുകാണില്ലാത്ത ഒരു ഗജപ്പിറവി. കർണാടകയിലെ മൈസൂർ കാടുകളായിരുന്നു ഇവന്റെ ജന്മദേശം. പണ്ടുകാലത്ത് ആനകളെ പിടികൂടിയിരുന്നത് വാരിക്കുഴി ഉണ്ടാക്കിയായിരുന്നു. കുഴിയിൽ വീണ ആനകളെ കൂട്ടിലെത്തിച്ച് ചട്ടം പഠിപ്പിച്ച് നാട്ടാനയാക്കി മാറ്റും. അതിൽ നിന്നും വിരുദ്ധമായി കാട്ടിൽ വലിയ കൂടുകളുണ്ടാക്കി ആനകളെ കൂട്ടമായി ഓടിച്ച് കൂട്ടിൽ കയറ്റി പിടികൂടുന്ന ഖെദാ പിടികൂടിയ ഒരു ആനക്കുട്ടിയായിരുന്നു മണിയംകോട് ഹിരൺ. കൽപ്പറ്റ സ്വദേശിയായ നീലിക്കണ്ടി ഷാജിയാണ് ആനയെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത്. ഏകദേശം 1971 കാലഘട്ടത്തിൽ കൃഷ്ണമോഹൻ എന്നൊരു വ്യക്തി 17,500 രൂപയ്ക്ക് നീലിക്കണ്ടി ഷാജിയിൽ നിന്നും ആനയെ സ്വന്തമാക്കി. അന്നവന് 10 വയസ്സാണ് പ്രായമുണ്ടായിരുന്നത്. ആനക്കുട്ടിയെ ചങ്ങലക്കണ്ണികളിൽ ബന്ധിക്കാതെ തൻ്റെ 100 കണക്കിന് ഏക്കർ വരുന്ന കൊക്കോ തോട്ടത്തിലാണ് കൃഷ്ണമോഹൻ പരിപാലിച്ചിരുന്നത്. ചങ്ങലക്കെട്ടുകളുടെ ബന്ധനങ്ങളില്ലാതെ ഹിരൺ കൊക്കോ തോട്ടത്തിലെങ്ങും ഓടി നടന്നു. കൊക്കോ തൊണ്ടായിരുന്നു അവന്റെ ഇഷ്ടഭക്ഷണം. മതപ്പാടിന്റെ കാലത്ത് പോലും ചങ്ങലബന്ധനങ്ങൾ ആവശ്യമില്ലാത്ത ശാന്ത സ്വഭാവിയായ ഒരാന. ചെറിയ ചെറിയ തടിപ്പണികളും വല്ലപ്പോഴുമുള്ള ഉത്സവം എഴുന്നള്ളിപ്പുകളുമായി അവൻ ജീവിച്ചു. കൃഷ്ണമോഹന്റെ മരണശേഷം മകൻ ജിനചന്ദ്രന്റെ മേൽനോട്ടത്തിലായി പിന്നീട് ഹിരൺ. എന്നാൽ നല്ല ചട്ടക്കാരെ കിട്ടാതെ വരികയും ഹിരണിനെ നോക്കാൻ ആളില്ലാതെ വരികയും ചെയ്ത അവസരത്തിൽ അവർക്ക് ആനയെ വിൽക്കേണ്ടതായി വന്നു. ചെർപ്പുളശ്ശേരി SK ഗ്രൂപ്പിലെ രാജസ്വാമിക്കായിരുന്നു ആനയെ കൈമാറ്റം ചെയ്തത്. പക്ഷേ അവിടുത്തെ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാൻ ആനയ്ക്ക് കഴിഞ്ഞില്ല. SK ഗ്രൂപ്പിലെത്തി അധികകാലം കഴിയും മുൻപേ ഹിരൺ ഉത്സവ കേരളത്തിൽ നിന്നും വിട പറഞ്ഞു.